Good evening, ma'am. Good evening, everyone. Good Good evening, evening. ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Okay. ഇന്ന് ആരാണ് പ്രയർ ഇന്ന് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഗുഡ് ഈവനിങ് ശില്പ. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പ്രയർ ആണെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ട്രൈ ടു സേ ഇറ്റ്. ആരെങ്കിലും ഒരാൾ ഒന്ന് വന്ന് മുമ്പ് പറഞ്ഞ പ്രയർ ആണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പറയാം. ഞാൻ ചെല്ലാം മാം. ഓക്കെ. Oh God, our Heavenly Father, as we start another day, please guide us and protect us as we travel on our way. Be with us as we work and study. Be with us as we play. Help us to do our best for you now and every day. Thank you, ma'am. താങ്ക് യു വെരി മച്ച്. ദാറ്റ് വാസ് എ വണ്ടർഫുൾ പ്രയർ. ഓക്കെ, നിങ്ങള് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ടിട്ടില്ലേ? ചെയ്ത് നോക്കിയോ എല്ലാരും? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ടിട്ടില്ലേ ഗ്രൂപ്പില്, ക്ലാസ് റൂമില്? ഓക്കെ, ചെയ്യാൻ പറ്റിയില്ല എല്ലാവർക്കും? Yes, ma'am. Yes, ma'am. അപ്പൊ ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് പാറ്റേൺ വന്നതെന്ന്? എക്സസൈസസ് ആണ് കൂടുതലും വരുന്നത്. എല്ലാം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മാർക്സ് റെക്കോർഡ് ചെയ്തപ്പോ എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെ എല്ലാം കൊടുക്കാൻ പറ്റിയില്ലേ? ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തനിയെ ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും വന്നാർന്നോ? നിങ്ങൾ അതിന്റെ ഇപ്പൊ നിങ്ങളൊരു റോങ് റെസ്പോൺസ് ആണ് കൊടുത്തെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്തിട്ട് കറക്റ്റ് റെസ്പോൺസ്, കറക്റ്റ് ആൻസർ എഴുതി വെക്കണം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ ഇതേപോലെ എല്ലാം. ഗുഡ് ഈവനിങ് ശാന്തി, ഗുഡ് ഈവനിങ്. അപ്പോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതേപോലെ കറക്റ്റ് ആൻസേഴ്സ് എഴുതി വെക്കണം കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ഇനി അടുത്ത എക്സാംസിനൊക്കെ, നിങ്ങളുടെ ശരിക്കുള്ള എക്സാംസ് ഒക്കെ വരുമ്പോ ഇത് റെഫർ ചെയ്ത് പഠിക്കാം. ഓക്കെ, നമ്മള് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ അഡ്ജക്റ്റീവ് വേർഡ്സ് അല്ലേ പറഞ്ഞോണ്ട്, നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ എക്സസൈസസ് അല്ലേ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അഡ്ജക്റ്റീവ്സ്, ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്സ്. പല ടൈപ്പ് അഡ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മള് എന്താ പറഞ്ഞത്, അഡ്ജക്റ്റീവ് ഫ്രേസസിനെ കുറിച്ച് പറഞ്ഞ്, അഡ്ജക്റ്റീവ് ക്ലോസസിനെ കുറിച്ച് പറഞ്ഞ്. ഏതൊക്കെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു? ഫുൾ ചാപ്റ്റേഴ്സിന് ഇപ്പൊ ഈ അഡ്ജക്റ്റീവ്സ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു ma'am. ഒന്നുണ്ട്. Yes, ma'am. അപ്പൊ ഈ അഡ്ജക്റ്റീവ്സിന്റെ ചാപ്റ്റർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകും? ഒരു പോർഷൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്തില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചെയ്യാനുണ്ട് മാം. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോ നമുക്കത് കറക്റ്റ് ആക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും മാം, ഡൗട്ട് അതില് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നില്ലേ, ബിച്ചിന്റെ മാസ്കുലിൻ എന്ന് പറഞ്ഞിട്ട്? പക്ഷെ അതിന് മീനിങ് അല്ല അവര് ആൻസർ ആയിട്ട് വന്നത്. അതിന്റെ മാസ്കുലിൻ, ബിച്ചിന്റെ മാസ്കുലിൻ ഡോഗ് എന്നാണ് അവര് പറയുന്ന ആൻസർ. ഡോഗ്. ബിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനൈൻ അല്ലേ? ഡോഗിന്റെ ഫെമിനൈൻ അല്ലേ ബിച്ച്?
അപ്പൊ അതിന്റെ മാസ്കുലൈൻ ഡോഗ് ആൻസർ. ഓക്കെ ഓക്കെ, അത് ഞാന് നമ്മുടെ നോട്ട്സിലൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ പെട്ടെന്ന് അത് എന്തോ ആയിരിക്കും ഇങ്ങനെ ആലോചിക്കുവായിരുന്നു. നോട്ട്സിലുണ്ട്, അത് നോട്ട്സിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉണ്ട്, ഡോഗ്, ബിച്ച്, നമ്മൾ ആ ജെൻഡർ ഫോർമേഷനിൽ പഠിച്ചിട്ടുണ്ട് അത്. ഓക്കെ ഓക്കെ, ഞാൻ നോക്കട്ടെ മാം. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടാ. അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ തനിയെ തന്നെ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പപ്പോ ഡൗട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസസ്, അഡ്ജക്റ്റീവ് ക്ലോസസ് ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മള് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കി. നമ്മൾ ഇനി ഒരു എക്സസൈസും കൂടെ ബാക്കിയുള്ളൂ ഈ ചാപ്റ്ററിൽ. ദെൻ ഇത് കമ്പൈൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ്, എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? Yes, ma'am. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലേ, ഇത് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സെന്റൻസ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ, he studies in California, America is a big city. ഏതാണ്? അപ്പൊ അത് രണ്ടും കൂടെ, ഈ രണ്ട് സെന്റൻസും കൂടെ ഇപ്പൊ നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കമ്പൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റും? ഹി സ്റ്റഡീസ് ഇൻ കാലിഫോർണിയ വിച്ച്, കാലിഫോർണിയ അതിൽ അമേരിക്ക എന്ന് പറഞ്ഞതിന്റെ ആവശ്യമില്ല. അപ്പൊ കാലിഫോർണിയ വിച്ച് ഇസ് എന്താണ്, വിച്ച് ഇസ് ഇൻ അമേരിക്ക. അവിടെ അമേരിക്കയുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. അതെന്തോ നമുക്ക് ഇങ്ങനെ ആക്കാം. ഈ അമേരിക്ക മാറ്റിയിട്ടേ നമുക്ക് ഇവിടെ ഇത് ഹി സ്റ്റഡീസ് ഇൻ കാലിഫോർണിയ, ദെൻ ഇവിടെ കാലിഫോർണിയ എന്ന് തന്നെ മതി. കണ്ട, ഹി സ്റ്റഡീസ് ഇൻ കാലിഫോർണിയ, കാലിഫോർണിയ ഇസ് എ ബിഗ് സിറ്റി. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാം? നമ്മുടെ ഇത് വെച്ചിട്ട് He studies in California, which is a big city. ബിഗ് സിറ്റി അല്ല. അപ്പൊ അങ്ങനെ കമ്പൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊന്ന് അമേരിക്ക മാറ്റിയിട്ട് ഒന്ന് കാലിഫോർണിയ എന്ന് തന്നെ ആക്കി കേട്ടോ. അതെന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അടുത്തത് എന്തായിരിക്കും? ഹിസ് മദർ ഇസ് വെരി പിറ്റി ടു ഹർ, ഷീ ലിവ്സ് വിത്ത് ഹിം. അതെങ്ങനെ കമ്പൈൻ ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിൽ നോക്കിക്ക, ഒന്ന് ആലോചിച്ച് നോക്ക്. His mother, who is very pity to her, lives with him. Lives with him. അല്ല, അങ്ങനെ വരും കേട്ടോ. ലിവ്സ് വിത്ത് ഹിം അല്ല, ഇവിടെ ഹെർ തന്നെ. ഹെർ അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഇങ്ങനെ എഴുതും, ആൻസർ ഇങ്ങനെ വരും കേട്ടോ. ഹിസ് മദർ ഹൂ ഇസ് ഹിസ് മദർ വാസ് വെരി പിറ്റി ടു ഹർ, ലിവ്സ് ഹിസും അവിടെ മാം ഹിം തന്നെയാണ് മാം വര. അപ്പൊ അത് ഹൂ വെച്ചിട്ട് ചെയ്താൽ മതി. ഹിസ് മദർ, അപ്പൊ കറക്റ്റ് ആണത്. ഞാൻ ഹിസ് എന്നുള്ളത് ഹെർ ആണ് ആദ്യം വായിച്ചത്. അപ്പൊ എങ്ങനെ ഒരു ആൻസർ അതിന്റെ? ഹിസ് മദർ ഹൂ ഇസ്, ബാക്കി അതുപോലെ തന്നെ, ഹൂ ഇസ് വെരി പിറ്റി ടു ഹർ, ലിവ്സ് വിത്ത് ഹിം. ഹിസ് മദർ, അപ്പൊ എന്താണ്, അയാളുടെ മദറിനെ കുറിച്ചാ പറയണത്. മദർ മേ ബി ഭയങ്കര പിറ്റി ചെയ്യുന്ന കാറ്റാൻ, ഷീ ലിവ്സ് വിത്ത് ഹിം, അതാ പറയണുള്ളൂ. അപ്പൊ ആൻസർ എഴുതിക്കോട്ടെ എല്ലാരും. ഹിസ് മദർ ഹൂ ഇസ്, ഹിസ് മദർ കഴിഞ്ഞിട്ട് ഹൂ ചേർക്ക്. ഹിസ് മദർ ഹൂ ഇസ് വെരി പിറ്റി ടു ഹർ, ലിവ്സ് വിത്ത് ഹിം. ഹിസ് മദർ ഹൂ ഇസ് വെരി പിറ്റി ടു ഹർ, lives with him. ഓക്കെ, അടുത്ത സെന്റൻസ് എല്ലാരും എഴുതിയോ? അത് ബി എഴുതിയോ? He studies in California, which is a big city. He studies in California, which is a big city. Thank you, ma'am. Okay. B എഴുതിയോ എല്ലാരും?
Yes, ma'am. ഓക്കെ, ഇനി നമുക്ക് സി നോക്കാം കേട്ടോ. യെസ്റ്റർഡേ ഷീ ഗോ, ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്ക്. യെസ്റ്റർഡേ ഷീ ഗോട്ട് എ, ഈസിയാണത്. യെസ്റ്റർഡേ ഷീ ഗോട്ട് എ പാർസൽ ഫ്രം ഹർ ഡോട്ടർ. ഷീ ഈസ് നൗ ഇൻ ട്രിവാൻഡ്രം. ഇന്നലെ ഒരു പാർസൽ കിട്ടി, മകളുടെ കയ്യിൽ നിന്ന് ഒരു പാർസൽ കിട്ടി. ആ മകള് ഇപ്പൊ എവിടെയാണുള്ളത്? ട്രിവാൻഡ്രത്താണ്. അപ്പൊ എങ്ങനെ അത് ജോയിൻ ചെയ്യാം? Yesterday, she got a parcel from her daughter, who is now in Trivandrum. Who is now in Trivandrum. അത് തന്നെ, വെരി ഗുഡ്. Yesterday, she got a parcel from her daughter, who is now in Trivandrum. Yesterday, she got a parcel from her daughter, who is now in Trivandrum. Who is now in Trivandrum. Who ചേർത്താ മതി. Yesterday, she got a parcel from her daughter, who is now in Trivandrum. Okay. Yesterday, she got a parcel from her daughter, who is now in Trivandrum. മാഡം ഞാൻ രണ്ടാമത്തെ മേലത്തെ രണ്ടെണ്ണം പറഞ്ഞു തരുമോ? ഞാനിപ്പോ കേറിയിട്ടുള്ളൂ. ഫസ്റ്റ് വൺ നമ്മളിത് രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട്, അത് ഒറ്റ സെന്റൻസ് ആക്കാൻ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റത്തതിന്റെ ആൻസർ, ഹി സ്റ്റഡീസ് ഇൻ കാലിഫോർണിയ വിച്ച് ഇസ് എ ബിഗ് സിറ്റി. വിച്ച് ഇസ് എ ബിഗ് സിറ്റി എന്ന് ഒരു ആൻസർ. ഹി സ്റ്റഡീസ് ഇൻ കാലിഫോർണിയ വിച്ച് ഇസ് എ ബിഗ് സിറ്റി. ഹി സ്റ്റഡീസ് ഇൻ കാലിഫോർണിയ വിച്ച് ഇസ് എ ബിഗ് സിറ്റി. അപ്പൊ അവിടെ വിച്ച് ആണ് അവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ. He studies in California, which is a big city. Okay. അടുത്ത പറയട്ടെ. His mother is very pity to her. Sorry. His mother, who is very pity to her, lives with him. മാം അതിലെ ഹിസ് മദർ ഇസ് വെരി പിറ്റി ടു ഹിം എന്നല്ല വരാ. അത് തന്നെ, ഞാനും അതാണ് ഓർക്കണത്. പിന്നെ ഹെർ അവിടെ തെറ്റൊന്നുമില്ല, ചിലപ്പോ വേറൊരു മോള് അല്ലെങ്കിൽ ഉണ്ടെങ്കിലാന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ അത് മാറ്റായിരുന്നത്. അവിടെ നമുക്ക് ഇത്ര നോക്കേണ്ടതുള്ളൂ, നമുക്ക് ഏത് റിലേറ്റീവ് പ്രോണൗൺ ആണ് ചേർക്കേണ്ടതെന്നേ ഉള്ളൂ. സെന്റൻസിൽ അതാണ് എനിക്ക് ഒരു തെറ്റ് തോന്നിയത്, അതാണ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്തോ ഉണ്ടത്. കുഴപ്പമില്ല, നമുക്ക് ആ റിലേറ്റീവ് പ്രോണൗൺ മാത്രം നോക്കിയാൽ മതി. His mother, who is very, who ആണ് അവിടെ ചേർക്കേണ്ടത്. His mother, who is, അതന്നെ. His mother, who is, മദർ കഴിഞ്ഞിട്ട് who ചേർക്കാം. Who is very pity to her, lives, പിന്നെ ഷീയുടെ ആവശ്യമില്ല, lives with him. His mother, who is very pity to her, him ആയിരിക്കും അവിടെ കൂടുതലും കറക്റ്റ്. His mother, who is very pity to her, lives with him. who ആണ് അവിടെ ചേർക്കുന്നത്. മാം, സെന്റൻസ് മേ ബി അവന്റെ അമ്മ, അവന്റെ കൂടെ താമസിക്കുന്ന അമ്മ അവളോട് വളരെ വളരെ പിറ്റി ചെയ്യുന്നതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മേ ബി വെരി പിറ്റി ടു ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അമ്മയോട് തന്നെ നല്ല പിറ്റി ആവാം, അതും വേണമെങ്കിൽ നമുക്ക് അവിടെ ഉദ്ദേശിക്കാലോ. ഇങ്ങനെ പറയാൻ പറ്റും മാം. ഹിസ് മദർ who lives with him is very pity to her. വെരി പിറ്റി, കുഴപ്പമില്ല. നമുക്ക് അവിടെ റിലേറ്റീവ് പ്രോണൗൺ ഹൂ ചേർത്താൽ മതി എന്ന് മാത്രം. സെന്റൻസിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, മീനിങ്ങിൽ ഒരു വ്യത്യാസം തന്നെയില്ല. ഓക്കെ, അടുത്തത് സി. Yesterday she got a parcel from her daughter, who is now in Trivandrum. ആ ഷീ മാറ്റി അവിടെ ഹൂ ആക്കിയാൽ മതി. Yesterday she got a parcel from her daughter, who is now in Trivandrum. മാം അതുപോലെ ഒന്നാമത്തെ ഇങ്ങനെ ആക്കാൻ പറ്റും മാം. ഹി സ്റ്റഡീസ് ഇൻ കാലിഫോർണിയ വിച്ച് ഈസ് എ ബിഗ് സിറ്റി ഇൻ അമേരിക്ക. സിറ്റി ഇൻ അമേരിക്ക, അമേരിക്ക കളഞ്ഞില്ലെങ്കിൽ
ഓക്കെ. പക്ഷെ ഈ അമേരിക്ക ആസ് എ ബിഗ് സിറ്റി എന്നും അല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ, അല്ല നേരത്തെ. അതാണ് അവിടെ ഒരു എന്തോ ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ. ചിലപ്പോ ഇങ്ങനെ പറഞ്ഞാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. കാലിഫോർണിയ ഇൻ അമേരിക്ക, പിന്നെ അത് കഴിഞ്ഞിട്ട് അമേരിക്ക ആസ് എ ബിഗ് സിറ്റി ആണെങ്കിൽ നമുക്ക് അതൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ. ഞാൻ അവിടെ കാലിഫോർണിയ മാറ്റി അമേരിക്ക മാറ്റി കാലിഫോർണിയ ആക്കാൻ പറഞ്ഞത്. കുഴപ്പമില്ല, അവിടെ വിച്ച് ചേർത്താൽ മതി. ഓക്കെ, അത് എഴുതിയോ? യെസ്റ്റർഡേ ഷീ ഗോട്ട് എ പാർസൽ ഫ്രം ഹർ ഡോട്ടർ ഹു ഇസ് നൗ ഇൻ ട്രിവാൻഡ്രം. ഓക്കെ. അടുത്ത നോക്കിയാലോ ഡി? ഒരു മിനിറ്റ്. ഓക്കെ. യെസ്റ്റർഡേ ഷീ ഗോട്ടില് ഷീന്റെ അവിടെ ഹൂ ചേർക്കാനല്ലേ പറഞ്ഞേ? അല്ല, അടുത്ത രണ്ടാമത്തെ സെന്റൻസിന്റെ ഫസ്റ്റ് ഒരു ഷീ ഇല്ലേ, അവിടെ ചേർക്കാനാ പറഞ്ഞു. ഇവിടെ ഈ ഷീ മാറ്റിയിട്ട് ഹൂ ആക്കാൻ അവിടെ. യെസ്റ്റർഡേ ഷീ ഗോട്ട് എ പാർസൽ ഫ്രം ഹർ ഡോട്ടർ ഹൂ ഇസ് നൗ ഇൻ ട്രിവാൻഡ്രം. ആ ഷീ വേണ്ടെന്ന് പറഞ്ഞു, രണ്ടാമത്തെ ഷീ. Yesterday she got a parcel from her daughter who is now in Trivandrum. ശരി. ഓക്കെ. അടുത്തത് നോക്കാം. Some people's vehicles have been damaged. The minister promised to help them. ഇതെങ്ങനെയാക്കും? Some people's vehicles have been damaged. കുറച്ച് ആൾക്കാരുടെ വാഹനങ്ങളൊക്കെ ഡാമേജ് ആയി. എന്നിട്ട് ആ മിനിസ്റ്റർ ഹെൽപ്പ് ചെയ്യാന്ന് പ്രോമിസ് ചെയ്തേക്കണേ. അപ്പൊ അങ്ങനെ ഒരു ആദ്യത്തെ സെക്കൻഡ് സെന്റൻസ് എടുത്തിട്ട് ചെയ്ത് നോക്കിയേ. The minister അങ്ങനൊന്ന് പറഞ്ഞത്. help some people whose vehicles have been damaged. Yes, had been damaged. അപ്പൊ ഇങ്ങനെ വരും ആൻസർ. The minister promised to help people. Some people ആണെങ്കിൽ കുഴപ്പമില്ല. Some people തന്നെ എഴുതിക്കും. Some people whose vehicle had been damaged. ഇങ്ങനെ വരും ആൻസർ. The minister promised to help some people whose vehicles had been damaged. The minister promised to help some people whose vehicles have been damaged. The minister promised to help some people whose vehicles some people who some people whose whose vehicles have been damaged. എഴുതിയോ? ഓക്കെ. ഞാൻ അടുത്ത നോക്കാം. അടുത്തത് എന്താണ് നോക്കി? Ambedkar graduated from the University of Bombay. It is one of the public universities in India. എങ്ങനെ അതാക്കും? ഈസി ആണത്. അവിടെ ഒരു വിച്ച് ചേർത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. Ambedkar graduated from University of Bombay, which is one of the public universities in India. വേറെ വ്യത്യാസമൊന്നുമില്ല അതിൽ. Ambedkar graduated from the University of Bombay, which is one of the public universities in India. ടീച്ചർ പോയോ? മാം പോയി.
പോയല്ലോ. മാം ഫോണ് കൊറേ സമയം വരലെടുത്തിട്ട് കോള് എന്നിട്ട് പോയത് തോന്നുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ സ്ക്രീൻ? യെസ് മാം. ഓക്കെ. അപ്പൊ എഴുതി അംബേദ്കർ ഗ്രാജുവേറ്റഡ് ഫ്രം ദ എന്താണ് ഡി ഒന്ന് പറയാമോ? ഡിയോ ഡി ദ മിനിസ്റ്റർ പ്രോമിസ് ടു ഹെൽപ്പ് സം പീപ്പിൾ. തിരിഞ്ഞു വരും. സെക്കൻഡ് സെന്റൻസ് ആദ്യം തന്നെ കേട്ടോ. ദ മിനിസ്റ്റർ പ്രോമിസ് ടു ഹെൽപ്പ് സം പീപ്പിൾ. The minister promised to help some people. The minister promised to help some people whose vehicles had been damaged. Whose vehicles had been damaged. ഈ ആണ് ചെയ്യുന്നത് മാം. അല്ല, എന്നോട് ആരും ഡി ചോദിച്ചു. ഡിയുടെ ആൻസർ എഴുതി മിസ്. എഴുതി. ഓക്കെ, എഴുതി. ഇനി ഈ പറയാം. അംബേദ്കർ ഗ്രാജുവേറ്റഡ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ വിച്ച് ഇസ് വൺ ഓഫ് ദ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. അംബേദ്കർ ഗ്രാജുവേറ്റഡ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ വിച്ച്, അവിടെ വിച്ച് മാത്രമേ അറിയേണ്ടുള്ളൂ. വിച്ച് ഇസ് വൺ ഓഫ് ദ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. Ambedkar graduated from the University of Bombay, which is one of the public universities in India. ഓക്കെ, എഴുതി. ഓക്കെ, എഴുതി. എല്ലാരും എഴുതിയില്ലേ? ഇനി ആരുമില്ലല്ലോ എഴുതാൻ? ഓക്കെ, അപ്പം ഇനി അത്രേ ഉള്ളൂ. ഇതിന്റെ ആൻസേഴ്സ് ആണ് ഈ കിടക്കുന്നത്. അതില് ഈ ആൻസേഴ്സ് ഒന്നും വേണ്ട, ഇതൊക്കെ തെറ്റാണ്. ഇത് വേണ്ട, ഇതൊന്നും വേണ്ട. അതിന്റെ മുമ്പത്തുള്ള ആൻസേഴ്സ് റെഫർ ചെയ്തോ നിങ്ങൾ. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ അഡ്ജക്റ്റീവ്സിന്റെ ചാപ്റ്റർ കേട്ടോ. അപ്പൊ ഇതിന്റെ എക്സസൈസസ് എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ ആ ചാപ്റ്റേഴ്സ് ഇങ്ങനെ വായിച്ച് നോക്കുക. എക്സസൈസസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. റൂൾസ് ഒക്കെ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വായിച്ചു നോക്കാം, അതൊക്കെ മനസ്സിലാക്കി എടുക്കാം. എന്നിട്ട് എക്സാമ്പിൾസ് നല്ലോണം എക്സാമ്പിൾസ് എക്സസൈസസ് ഒക്കെ നന്നായിട്ട് വായിച്ച് അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. ഇപ്പൊ ഇതിൽ തന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിലും ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. തനിയൊക്കെ ചെയ്ത് നോക്കാം. ഇപ്പൊ അഡ്ജക്റ്റീവ്സിന്റെ ചാപ്റ്റർ ഇന്നത്തോടെ കഴിഞ്ഞു നമ്മുടെ. ഓക്കെ, നമുക്ക് ഇന്നൊരു ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റി ഇതാണ്. ലെറ്റ്സ് ഡു എ ഡിബേറ്റ്. ഒരു ചെറിയ സ്മോൾ കൈൻഡ് ഓഫ് ഡിബേറ്റ് നമുക്ക് നടത്താം. ഡിബേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഫോർ ഒരാൾക്ക് കുറച്ച് പേര് എഗെയിൻസ്റ്റ്, അതായത് പ്രതികൂലമായിട്ട് ഒരാളും അനുകൂലമായിട്ടും കുറച്ച് പേര്, അതല്ലേ ഡിബേറ്റ്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഡിബേറ്റ് ഇതിൽ നടത്താൻ പാടായോണ്ട് ഞാൻ ഒരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ടോപ്പിക് തരും. അതിന്റെ ഫോറും എഗെയിൻസ്റ്റും നിങ്ങൾ 3 പോയിന്റ്സ് വെച്ച് കണ്ടുപിടിക്കണം. ഇപ്പൊ ഞാൻ തന്നെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് മാരേജ് അറേഞ്ച് വേഴ്സസ് അറേഞ്ച്ഡ് മാരേജ്. അതായത് ലവ് മാരേജിന്റെ ഒരു 3 പോയിന്റ്സ്, ലവ് മാരേജ് ഫോറിന് നല്ലതാണെങ്കിൽ ഒരു 3 പോയിന്റ്സ്. ഇപ്പൊ നിങ്ങൾ ലവ് മാരേജിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ, അറേഞ്ച് മാരേജ് ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു 3 പോയിന്റ്സ്. അങ്ങനെ ഫോറും അഗെയിൻസ്റ്റും. ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അനുകൂലിച്ച് പറയണത്, എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാരും ഒരു 6 പോയിന്റ്സ്, 3 ഫോറും 3 അഗെയിൻസ്റ്റും ആയിട്ട് ഒന്ന് കണ്ടുപിടിച്ച വേഗം തന്നെ. എന്നിട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വെറുതെ എഴുതി വെച്ചിട്ട് നോക്കി വായിക്കാനല്ല, തെറ്റിക്കോട്ടെ കുഴപ്പമില്ല, നിങ്ങൾ പോയിന്റ്സ് മനസ്സിലാക്കാം. പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ട് ട്രൈ ടു സേ ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് കേട്ടോ. തെറ്റിക്കോട്ടെ, ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് വന്നോട്ടെ, നോ പ്രോബ്ലം കേട്ടാ. ഐ എം ഹിയർ ടു കറക്റ്റ് ദാറ്റ്. അതൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ ഓൺ വേർഡ്സ് പറയാൻ നോക്കാം.
ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയണോ ക്വസ്റ്റ്യൻ? ലവ് മാരേജ് വേഴ്സസ് അറേഞ്ച് മാരേജ്. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്. ഒരു 3 പോയിന്റ് ഇതിനെ അനുകൂലിച്ചും പറയണം, ഒരു 3 പോയിന്റ് അതിന് ഒപ്പോസ് ചെയ്തുകൊണ്ടും പറയാം. അപ്പൊ ഒരു 10 മിനിറ്റ്സ് വരെ. ഇപ്പൊ 8:28, 8:35 നമുക്ക് തുടങ്ങാം. 8:35 വരെ ടൈം തരാം. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. പോയിന്റ്സ് നിങ്ങൾ പിന്നെ പറയുമ്പോൾ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് പറയാൻ ശ്രമിക്കാം. തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പോയിന്റ്സ് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് നിങ്ങളുടെ സ്വന്തം വാക്കില് പറയാൻ നോക്കാം. അപ്പൊ 8:35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ഇനി ഇപ്പൊ പറയാൻ റെഡി ആയവര് പറയാട്ടോ. യെസ്, ഇംഗ്ലീഷിൽ തന്നെ പറയണം, മലയാളത്തിൽ പറയണം? ഇംഗ്ലീഷ് പറയണം. എന്നാലല്ലേ കാര്യമുള്ളൂ. കുറച്ച് ഒന്നും പറഞ്ഞു തരുന്നു, എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ല, അതല്ല, നമുക്ക് നോക്കാം. കുറച്ച് ആരെങ്കിലൊക്കെ വരുന്നുണ്ടാവും, നമുക്ക് വന്നിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യുമല്ലോ, പിന്നെ പ്രശ്നമില്ല. ടോപ്പിക് പോയിന്റ്സ് നിങ്ങൾ കണ്ടുവെക്കും. 3 പോയിന്റ് പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും, 4ഉം അഗെയിൻസ്റ്റ് 3 പോയിന്റ് കണ്ടു. ഓക്കെ, 8:35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വേഗം ഒന്ന്
ഓക്കെ 8:35 ആയി. ആരെങ്കിലും പറയാൻ റെഡിയാണോ? Yes, ma'am. ആരാണ്? My name is Aishwarya. Aishwarya. Okay. Tell me. So you are saying against or for? Where's your stand? For Okay. For love marriage. okay. Love marriage. Okay. So tell me. Do people know each other before marriage? So there will be a good bonding with them. Will be there. Yeah. In between them, there will be Then, much more bonding. Yeah. Then second point, there may be no talks about dowry Yeah. or like that. Great point. Okay. Then. Third point, maybe same age group from same batch, from same class. Age differences. Maybe like that. Yeah. Very Yes. age differences Age. may be not there. That ego problems will be solved there. Okay. Good points. Yeah. Very good. Then about arranged marriage. Okay. Against arranged marriage. Okay. അല്ല മാം ഫോർ ആണോ പറയേണ്ടത് അഗെയിൻസ്റ്റ് ആണോ പറയേണ്ടത്? ഇഷ്ടമുള്ള പറയാം. It's your choice. Okay. I'm talking about for arranged marriage. Okay. In arranged marriage, both families are involved. Okay. Other than individuals, the families reunite. Yeah. Okay. There will be good bond between these families that make more. The families can be in the more life. closer. Yeah. That affect the relationship between a husband and wife. More comfortability will be there. It will be more comfortable for them if the two families are also united. Yeah. Okay. So Second point can be given from both the sides. Help can be provided. Yeah. Okay. Then. And they'll get a good chance, that crazy chance to familiarize with a new person. New persons. Okay. New families, new members, and all. Okay. We didn't know about maybe a husband didn't know before marriage, so we will get to study a person day by day. It's a good chance for that. Yeah, a good chance. Okay. Very, very good idea. Third point. Well said. Third point, maybe problems may reduce because families are involving, so blaming will be less there. Okay. Yeah. Okay. Ma'am, love marriage Yeah. No, actually, we are not doing a debate. We are just practicing something, communication. That's all we need. We are not going after the facts about love marriage or arranged marriage. Just want to communicate. We just want to say the correct words and sentences. That's all we need. So that doesn't matter. Facts doesn't matter here. You can say anything you like. So for or against, you can say anything. Okay. Well said, Aishwarya, and hats off to you. Thank you, ma'am. For the first attempt. Very good. Very good. Next. ആരൊരാള് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. That she is ready. Ma'am, I'm Siji. Yeah. CG. Yeah. Okay, ma'am. Both against and for I'm speaking. Okay. Okay, for love, the decisions sometimes taken at younger ages not matured, because it can be out of infatuation or misunderstanding about love and like. Yeah. Then this in love, it is felt before marriage. In love marriage. In love, everything is possible. Yeah. Yeah. And the age difference, sometimes it is of same age and sometimes it can be like a little difference.
and there will be no family support in most cases. But if the family is having a very giving a very good support, then they can be like having a normal Families life. are getting hurt. Yeah. Fathers and parents mostly of the time they are getting hurt by the Yeah, but there is relationship. no need Yeah. of, I'm saying is that there is no need of having any hurt feeling, because it is out of the happiness of the kids. Like if it is a good family and he's having a good background and all, then we can accept it. Doesn't mean he's having a like they are having a love marriage, and they shouldn't see the society. They should see their kids' For happiness. themselves. Yes. If they are happy, everything is good. Everything's happy. Yes. And for the After all, arranged it's marriage, their life. Not that the parents are gonna live it. It's their yes. life. So Yeah, they their have life. It's not the freedom. others' life. Others they will just see, and after 1 week or Yeah. 1 month they will forget. But Advisors can they be have to given see from their anywhere. kids. Yes. Yes. They have to see their kids for the whole lifetime. So it's better, like if they support, it will be good for them, and they will have a very happy and like very good life. Yeah. That is for love. And for the arranged marriage, like it is a decision taken by the mature or elderly people at home. Yeah. So they will look in every nook and corner if there is any faults, or like they can, like they will say if it is okay, then we can continue. If it is not okay, then we can say okay, they felt it is not okay, then like that. But the love, nowadays it is felt before, but in early days, like it is after marriage. Yeah. Nowadays, like they New have a very generation good people. conversation Yeah. before marriage. So they have a, like a little conversation, and they like they know each other. But in early days, like they know only after the marriage whether he's good or bad. Like Yeah. This modern techniques and the communication systems have been more developed these days. So yes, yes. everyone can yeah, easily communicate and know better. And then the age difference is like they have a maturity like a minimum 5 years or something. The age difference is there. So the maturity, like actually they used to say boys are like slower than females, but when the maturity is more like than females in marriage thing, they will be equal. Like me and my husband is 5.5 years difference. Mm. But in some point of view, like they will see like I am matured, and some point, Yeah, females are like that. yeah. Me too. My husband is 8 years older than me. Okay, so some But part he's they just like they feeling will like say I a very cannot do, kid. you do, like that. So the maturity level there it comes down, and we are little high. So like it goes on like balancing both sides Yeah, yeah. in arranged marriage. And here the family support, we don't have any problem, because they give a very good support. Any problem, like we can get help from our family. That's a very good So fact about arranged marriage. Other than love, the family, the supporting system is a basic thing for everyone's life. Yeah. So well that's said, Fiji. Very good. And I like the thank you. phrase that you used, nook and corner. That's a very good phrase. Okay, thank you. Thank you. Very good. Well said. Next. Aaron. Next. Who's gonna speak next? I'm Sia. Yeah. Sia, tell me. In love marriage, both are very lovable character. But in arranged marriage, gradually they are love each other. Okay. In love They marriage, can fall in maybe love they know. after marriage. Yes. Gradually. Okay. In love marriage, maybe they know only the positive side of the partner. Maybe, not sure. In arranged marriage, they don't know anything to each other. So they are experienced for the first time, so they will know everything. Okay. Everything. When they were Then in love, we only show them a good side of our partner. Yeah. okay, okay. Yeah. Then after a few months, they maybe adjust to each other in arranged marriage. But love marriage, maybe they start the fight. Yes. But sometime in arranged marriage also like that, maybe some problems also arrive. But I think arranged marriage is good for not everyone. For me, it's good for arranged marriage. So yeah, standing for arranged marriage. Okay. Then that's it. Okay.
Okay, fine. See, yeah, very good, very good, very good. Well said. Okay. Ma'am, Sujata. I'm ready. Parayoo. Um, unless we get a proper partner, both love marriage and arranged marriage have disadvantages and advantages. Yes. I mostly prefer arranged marriage because mine was an arranged marriage, and therefore, in this case is the first thing is we get a good family support. Two families unite, not two people unite. Both families also unite. Only the And people, the families also. families also unite, and in both these marriages, the partners should be of some age difference. And in that case also there is some advantage and disadvantage. If one person is a little bit matured, then the fights, I think, it will be less. Okay. So you're saying that there should be age difference. Yeah, not Main factor in any marriage, love marriage or arranged marriage. Age difference is a very important factor. Yeah, and this marriage in the earlier ages, I think it is not good. After knowing each other or understanding their positives and negatives, then only we have to take a decision, I think so. Yeah. Then every marriages will be successful. And in arranged marriage, the stability and safety will be more, I think, because there is family supports and all. And yes, Siji is saying living together. I think We are not discussing about that now. You just say about love marriage. But I think really. But I think in the coming years, living together will be the best thing. It will be a common factor. Yeah. If we are not in any good terms with the partner, we can leave them. But in some arranged marriages, we lack the personal freedom, especially ladies. We have to, I think we have to, what we say, hear many people's opinions. We have to the family side, yes. The in-laws and as well as the husband. There in that cases, the parents have to understand the children and leave them. They leave them to take their own decisions, and parents have to give only guidance for them. I think so. Ultimate decision should be the children's. Yeah. The parents have only need to give the support system or like more guidance. If their decisions are wrong, then parents can give them suggestions. Okay. But the last ultimate decision should be theirs because it is about their life. Yeah. Their life, they have to take decisions. I think so. And that's all. Okay. Ultimately, both of them have to know each other, and then they have to take a decision in both the marriages. Thank you. Okay. Very good, Sujata. Very good. Next. Then who is next? Try to speak something. I will help you. Help you. Paranyo. Points paranya. I will help you. ഇവര് പറഞ്ഞ പോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല. ജസ്റ്റ് മെൻഷൻ ചെയ്താലും മതി. ഓക്കെ, ഇനി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല. കമോൺ. ഇനി അടുത്ത് വിനീത, ഷജില, ആരൊക്കെയാണ്? പ്രവീണ, ജെസ്സി ജോർജ്, ജോസ്, അഭിജിത്ത്, ജയന, കുറെ പേരുണ്ടല്ലോ. സ്റ്റിൽ lot to say. Ma'am?
I will try my best. Yeah, I can try. I'm here to help Love, you. ma- What love to say? marriage for both Mm. can know very much each other before Ah, marriage and after marriage. okay. Their loving and caring sharing is more than arranged marriage family. Love, So you are love, supporting the four love caring and marriage? sharing Caring and sharing will be more in love marriage. Okay. is more in love marriage. Ah, okay. Against, maybe against or family. So all the families will not support them. All the time they will not get support from the family. Yeah. So those who Then are in love marriage, they are supporting the parents will not not get supporting their decision. parents Yeah. will not Okay. support it. Yeah. Okay. If it is the result of an unmatured decision, Mhm. then it will lead to a wrong lifetime. Their decision will be wrong, Yes. not matured. Mm. So the parents can guide them, only guide them. Yeah. Yes. Mm. Okay. Arranged marriage for family support will be more in their life. Their Yes. love will come after marriage. It will be true love because they love after they After marriage, the before they marriage realize individuals they, will eventually lose love they after marriage. realize their partner Yeah. after. Uh, Then they can love each other very much. I support At least arranged for some marriage. time, and at least for some time they can be in love after marriage. Yes. Yes. Okay. Not for the whole time. Yes. At least for some time also. Okay, then. Mm. Oh, that's all, ma'am. Okay, very good. Well said. Your points were clear, pretty clear. Okay, very good. Mm. I am not well, ma'am. That's not a problem. Okay. Mm. So try to speak up. That's the only way to speak English. Okay, next. Who's next? ഞാനിങ്ങനെ മലയാളത്തിൽ എഴുതിയിട്ടില്ലേ ആ. ഇംഗ്ലീഷിലേക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞു നോക്കാം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ആ മലയാളത്തിൽ എഴുതിയേക്കണത് തനിയെ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാനപ്പോ തെറ്റ് വരുമ്പോ ഞാൻ ഇംഗ്ലീഷ് കുറച്ച് സെന്റൻസ് എഴുതി വെച്ചു അത് കൺവേർട്ട് ഇംഗ്ലീഷിലേക്ക് അറിയില്ല ഞാൻ പറഞ്ഞു നോക്കാം. ഓക്കെ ഓക്കെ. I strongly supported arranged marriage. Support. Okay. Because love marriages are based on personal choice and also attraction to opposite gender. Okay. But if arranged marriages involves of family members, arranged marriages are strong and last long time. So family is involved. It may last a little more longer. Okay. Okay. Then. Longer than love marriages. Okay. Then financial problem is the biggest problem. It in love marriage, there are chances of blaming each other when the financial situation is bad condition. Yeah. Wow. Good point. Okay, very good. Then. Okay. Then why are you so scared of telling it? Very good point. Then. Okay. And also lose their family members. By what? Losing their family members if they are getting a love marriage. If they are getting married in love. That's okay. Okay. The family gets hurt. Obviously, the parents will get hurt. Okay. Then. If love marriages, the partners are fully responsible to make their life decisions. If arranged marriage, the families of the marrying couple also becomes a family.
That's all, ma'am. ഞാൻ ഇത്രേ എഴുതി ആക്കാൻ നോക്കിയുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. കൊച്ചുറാണി, അടുത്ത ക്ലാസ്സിൽ ഇതിപ്പോ നോക്കി എഴുതി വെച്ചത് വായിച്ചതല്ലേ, അത് വേണ്ട. നമുക്ക് തനിയെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഇതേ പോയിന്റ്സ് തന്നെ അത് ബൈഹാർട്ട് ഒന്നും പഠിക്കാണ്ട് പറഞ്ഞ് സ്വന്തം വേർഡ്സിൽ പറഞ്ഞു നോക്കും. അടുത്ത പ്രാവശ്യം. വെരി ഗുഡ് പോയിന്റ്സ്, നല്ല പോയിന്റ്സ് ആണ്. ആ ഫിനാൻഷ്യൽ പ്രോബ്ലംസിന്റെ ഒക്കെ വെരി ഗുഡ് പോയിന്റ്. ഞാൻ പോലും അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. വെരി ഗുഡ്. ഞാനിങ്ങനെ മലയാളത്തിൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാനായിട്ടൊരു ഒരു പേടി. അല്ല, ഇന്ന് പറഞ്ഞ എല്ലാവരും നമ്മള് മുമ്പൊക്കെ ചെയ്ത പോലെ ഒരു സെയിം പാറ്റേൺ അല്ല എല്ലാരും ഫോളോ ചെയ്തിരുന്നത്. എല്ലാരും വ്യത്യസ്തമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിരുന്നു. വെരി ഗുഡ്. അതെനിക്ക് ഓക്കെ. ഞാനാണ് ഒരാളും കൂടെ ഒന്നും പറ. നമുക്ക് ടൈം ഉണ്ട്, ഒരു 5 minutes. മാം ഞാൻ പറയട്ടെ. ഹലോ, പറയൂ. പറഞ്ഞോളൂ. ആരാണ്? വിനീതയാണോ പറയുന്നത്? കറക്റ്റ് ആയിട്ട് കുറച്ചറിയുന്ന വേണ്ടി പറയുന്നുണ്ട്. Love marriage and arranged marriage is sometimes good and bad. Love marriage is considered both opinions. Both have advantages. In a relationship is that any problem family does not interfere. Not giving respect to them. And all issues started from based on financial matters. Okay. Can you please tell me the first point? I didn't clearly hear it. Interfere? Who would not interfere in? Relationship is that any problems come in the family does not interfere. Okay, in love marriage, okay, any problems arise, then family will not interfere. Okay. Then. And in arranged marriage, respected to both the family. In arranged marriages are respected by both families. Okay. And love marriage is understanding both partners. More understanding will be there in love marriage. The partners can understand each other. Okay. So. Okay, very good. Very good, Vinitha. Okay, ഇനി ആരാണ് നെക്സ്റ്റ്? ഞാൻ പറയട്ടെ. ഓക്കെ, ആരാണ്? അനശ്വര അല്ലേ? അതെ സർ. പറയൂ. എനിക്കറിയാം, വേറെ എല്ലാരും ഞാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടാണ്. മാം, ഐ എം നോട്ട് മാരീഡ്, സോ ഐ ഡോണ്ട് നോ. Yeah. I you have some advantage over that. Okay, you can tell anything. I don't know anything about arranged marriage. But in my personal experience, saying love marriage seems like just a time pass. In my personal experience, and love marriage is good, better than love marriage, but I not accepted that situation. I not agree with that situation, because at least it is the advantage of arranged marriage. At least it is possible to understand each other in one way. Understanding a person, just that character will understand. So you are saying that more understanding will be there in love marriage? Yes, ma'am. Our bonding is heavily increased in arranged marriage. In arranged marriage, the bonding will be more increased. More increased. You know what he will understand. But when the partner says something, you can easily understand it. Okay. Yes, ma'am. Arranged marriage is better than love marriage. Respect for each other in the post-marriage days make it reasoning carry on. With each passing days, they grow closer. But I love arranged marriage. My father and mother was an arranged marriage. My father and
my father and mother mostly encouraged arranged marriage. But in any relationship, you have to think and make a decision. In my personal opinion and personal experience, um, and we love marriage. We before love marriage we dreamed. After marriage we go to travel. We go to we go to Himalayan trip. Oh yeah. But but after marriage it is not possible because family members, family struggles. You don't worry, Also Anushka, it's you will get problem. a good partner and he will take you to anywhere you want. You don't worry. മാം നോ, എനിക്ക് പാർട്ണറെ വേണ്ട. So what are you കല്യാണം കഴിഞ്ഞ doing now? ആൾക്കാരെ You're working somewhere? Anushwara? കേട്ടില്ല മാം, നോട്ട് ഹിയറിംഗ്. Are you working somewhere right now? Or you are just a student? ജസ്റ്റ് സ്റ്റുഡന്റ് ആൻഡ് സം ജോലി. Yeah, Some you job, are sorry. How old are you? okay. So My you age have ഞാൻ പുറത്ത് പറഞ്ഞില്ല. many points of my goodness. My experience, ma'am. My personal experience is trouble. So many ഞാൻ കുറെ struggle ചെയ്തു. I'm struggle Yeah, person. you always So struggle. I not agree with marriage because it is just a time pass. We know, but arranged marriage is mostly I prefer. അത് ഇതാണ് ഈ എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ പറയാം. Okay, we understood that. Okay. Thank you. Okay, very good. Lot of points. She had very a lot of bundle of points were just jumping out of her head. Thank you. Okay, that's why the points could not be more clear. She had lots and lots of points in her mind, and I hope and I wish from all of my heart that you will get a good partner, and Thank he will you. take you anywhere, and he will fulfill your every dreams. Yeah. Thank you. Right. Okay. Okay, fine. Let's wind the class today. So let's call it a day. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ പറയാത്ത കുറേ പേരുണ്ട് അല്ലെ? എല്ലാവരും ഇതേപോലെ. പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി, നിങ്ങളോട് വീഡിയോ ഓൺ ആക്കാൻ പറയണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ മറന്നുപോയത്. അടുത്ത ക്ലാസ്സിൽ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് കൊച്ചിറാണി യു ഹാവ് ടു സേ ആൻഡ് അനശ്വര ഓൾസോ യു ജസ്റ്റ് നല്ല കുറച്ച് പോയിന്റ്സ്, ഒരു 3 points or 4 points ലൈക്ക് ഇറ്റ് ഷുഡ് ബി ക്ലിയർ കേട്ടാ. ഒന്നും കൂടി അടുത്ത ക്ലാസ്സിൽ പറ. ഓക്കെ, അപ്പോ കൊച്ചുറാണി യു ഷുഡ് ഓൾസോ ഇതുപോലെ എഴുതി വെച്ചിട്ട് വായിക്കാനല്ല. വീഡിയോ ഓൺ ആക്കിയില്ല തന്നെ എനിക്ക് പേടിയാ. അപ്പൊ വീഡിയോ ഓൺ ആക്കി പറയാൻ പറഞ്ഞാൽ ഞാൻ ഭയങ്കര അയ്യോ, എന്തിനെ പേടിക്കണം? നമ്മൾ മാത്രല്ലേ ഉള്ളൂ, നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ. എനിക്ക് എന്നോട് എഴുതാൻ പറഞ്ഞ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല സംസാരിക്കാൻ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്. ഇതിപ്പോ ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. നമ്മളിപ്പോ റിയൽ ആയിട്ട് നിങ്ങളിപ്പോ മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ റിയൽ ആയിട്ട് ഇന്റർവ്യൂസിന് പോകേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ഇപ്പോഴേ നിങ്ങൾ ഞാനിപ്പോ ഒരു LKG പഠിപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ടാണോ സ്റ്റുഡന്റിന്റെ ഞാൻ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. അവരോട് ഓരോന്ന് നോക്കാനും ആദ്യം പറയും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം, അതൊക്കെ ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുമ്പോ എനിക്ക് വല്ലാത്തൊരു പേടിയും ടെൻഷൻ. പതിയെ മാറും. കാരണം എല്ലാരും നിങ്ങളെ പോലെ തന്നെ ആരും എല്ലാം ഭയങ്കര പെർഫെക്റ്റ്. ഈവൻ എനിക്കും ഞാനൊരു പെർഫെക്റ്റ് ഒന്നുമല്ല, എനിക്കും കുറെ തെറ്റുകൾ വരാം. നമ്മളെല്ലാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതെ, നമുക്ക് ഇങ്ങനെ എന്താണ് LKG പിള്ളേരെ പഠിക്കുന്ന ടീച്ചറായിട്ട് തന്നെ പേടിയാണ്, പിന്നെ നമ്മളെ കാര്യം പറയണ്ടോ. പേടിക്കണെന്തിനാ? ഒന്നും പേടിക്കണ്ട, ആരും മാത്രമേ. നിങ്ങളുടെ കുറെ പോയിന്റ്സ് എനിക്കും കിട്ടും, പിന്നെ എന്റെ കുറെ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അത്രയുള്ളൂ നിങ്ങൾക്ക്. അപ്പം ഒന്ന് സംസാരിച്ചൊക്കെ ഒന്ന് റെഡിയാ. പേടി ആദ്യം മാറ്റും. പേടി എന്തിനാ? വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ സ്റ്റുഡൻസ്, നമ്മളെല്ലാരും ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.
അപ്പൊ എല്ലാരും പ്രിപ്പയർ ആയിട്ട് വരാം. Chirani, I'm hoping that you would take out years away and try to speak up. And Anashwara also. ബാക്കി എല്ലാരും ഇന്ന് പറഞ്ഞ ബാക്കി എല്ലാരും യു വെൽ സെഡ് ആൻഡ് ഗുഡ് പോയിന്റ്സ്, നല്ല പോയിന്റ്സ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഒരു ഇപ്പോൾ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ സെയിം പറയുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. 4 പറഞ്ഞ് അത് 4ൽ തന്നെ പല പല പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് ആൻഡ് അഗെയിൻസ്റ്റിൽ തന്നെ വേറെ വേരിയസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. വെരി ഗുഡ്. ആൻഡ് ഐ എം പ്രൗഡ് ദാറ്റ് യു ടുക്ക് ദിസ് എക്സസൈസ് മോർ സീരിയസ്ലി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. Thank you, ma'am. Oh, thank you. Bye. 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 Thank you, ma'am.